ആക്സിസിൽ മാത്രം കാണാൻ പറ്റുന്നതിനാണ്. അത് നമ്മളെ റെറ്റിനയിൽ പോയിട്ട് ലൈറ്റ് സെൻസ് ചെയ്ത് അവിടെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒരു ആക്സിസിൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റൂ. കണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണം. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് പച്ചക്കറികൾ കൂടുതലായി കഴിക്കുക എന്നതാണ്. ഇന്നത് എന്നില്ല, ഒന്നും മറ്റൊന്നിനേക്കാൾ കേമവുമല്ല. ഓരോ ദിവസവും ഓരോന്ന് വീതം കഴിക്കുക. പല രീതിയിലും പല നിറത്തിലുമുള്ള പച്ചക്കറികൾ കഴിക്കുക. അതായത് ഒരു കോമ്പിനേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിരിക്കണം നമ്മുടെ ഭക്ഷണ രീതി. ഏതെങ്കിലും ഒരു കാര്യം കൂടുതലായി കഴിക്കുന്നതിനേക്കാളും നല്ലത് ഓരോന്നും ഓരോ ദിവസം കഴിക്കുക. അതായത് ചില കുട്ടികൾക്ക് വെണ്ടയ്ക്ക, കോളിഫ്ലവർ, പയർ എന്നിവ ഇഷ്ടമായിരിക്കില്ല. അവരെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ഓരോ ദിവസവും കുറച്ചു കുറച്ചായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പച്ചക്കറിയുടെ കൂടെ കുട്ടികൾ കൂടുതലായി കഴിക്കേണ്ടത് പ്രോട്ടീൻസാണ്. പ്രോട്ടീൻസ് അടങ്ങിയിരിക്കുന്ന വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. വെജിറ്റേറിയൻ ആണെങ്കിൽ അവർക്ക് പ്രോട്ടീൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ നിർബന്ധമായും പയർ, ഉഴുന്ന്, സോയാബീൻ മുതലായവ കഴിക്കുക. നോൺ വെജ് ആണെങ്കിൽ അവർ നിർബന്ധമായും പച്ചക്കറി കഴിച്ചിരിക്കണം. പച്ചക്കറിയിലൂടെ മാത്രമേ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയുള്ളൂ. കണ്ണിന് വളരെ ആവശ്യമുള്ളത് അതുകൂടിയാണ്. വിറ്റമിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തന്നെത്താൻ ഉണ്ടാക്കാൻ സാധിക്കാത്തവയാണ്. അതായത് അത് ചെറിയ ചെറിയ മോളിക്യൂൾസ് ആണ്. വിറ്റമിൻസ് ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങൾ മുഖത്ത് വെളുത്ത പാട്, മുടി കൊഴിച്ചൽ, പല്ലു തേക്കുമ്പോൾ ബ്ലീഡിങ്, കൈയുടെയും കാലിൻ്റെയും എല്ല് വളഞ്ഞു പോകുന്നത്, പെട്ടെന്ന് പനിയും ജലദോഷവും വരുന്നത്, ഇതൊക്കെ വിറ്റമിൻ ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങളാണ്. ഇതൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ നമുക്ക് ചില ഭക്ഷണ രീതികൾ, അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നോൺ വെജ് എന്നിവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രൂട്ട്സ് ഇനത്തിൽ മുന്തിരി, പേരയ്ക്ക, പപ്പായ, മാങ്ങ, അവക്കാഡോ. വെജിറ്റബിൾസ് ആണെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ, ക്യാരറ്റ്, മത്തങ്ങ, ചീര, മുരിങ്ങയില, കോമൺലി ഡാർക്ക് ലീഫി വെജിറ്റബിൾസ്, ചോളം. നോൺ വെജ് മുട്ട, മീൻ അല്ലെങ്കിൽ മീൻ ഗുളിക, തൈര്. നട്ട്സിൽ ബദാം, സൺഫ്ലവർ, നിലക്കടല, ചണവിത്ത്, കാഷ്യൂനട്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇടയ്ക്കിടെ കഴിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തിയാൽ കണ്ണിൻ്റെ സംരക്ഷണം ഏറെക്കുറെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും.